ഇപ്പോൾ ഞാൻ എളുപ്പത്തിലൊരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് 1 കപ്പ് മൈദമാവ്, റവ 1/2 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, പാൽ 1 ഗ്ലാസ്, നെയ്യ് 1 സ്പൂണ്, 1 മുട്ട. ഇതെല്ലാത്തിനും പാലൊഴിച്ചിട്ട് അതായത് മുട്ടൻ്റെ തോടൊന്നും ഇതിൽ വീഴാൻ പാടില്ല. പിന്നെ 1 സ്പൂൺ നെയ്യ്. ആദ്യം ഫസ്റ്റ് വന്നിട്ട് ഇതെല്ലാം നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് പാലും മുട്ടയും എല്ലാം ചേർത്തിട്ട് ഇങ്ങനെ ആദ്യം ഒന്ന് ഇളക്കണം. അതിന് ശേഷം വെള്ളം ഒഴിക്കാൻ പാടില്ല. നല്ല ഇളക്കി വയ്ക്കണം. നല്ല ഇളക്കിയിട്ട് കട്ടയൊന്നും പിടിക്കാൻ പാടില്ല. എല്ലാം കട്ട മറക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. നോക്കി ഒഴിക്കാൻ മതി. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കണം. കലക്കിയിട്ട് ഇതങ്ങനത്തെ പരുവം മതി. അധികം വെള്ളമാകാൻ പാടില്ല. എനിക്ക് മധുരം കുറച്ച് വേണമെന്നുണ്ട്. നമുക്ക് മധുരം എങ്ങനെ ആവശ്യമോ അത് തന്നെ വരെ ഇട്ടാൽ മതി. ഞാനൊരു കുറച്ചും കൂടി മധുരം ചേർക്കുന്നുണ്ട്. മധുരം അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇതിൽ ഏലക്കായ്, ഞാനിപ്പോൾ അതിൽ ഏലക്കായ് ഇട്ടില്ല. പക്ഷേ ഏലക്കായ് ഇട്ടാലും നന്നായിട്ടുണ്ടാകും. ഏലക്കായ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഏലക്കായ് ഒരേ ഒരു ഏലക്കായ് ഇട്ടാൽ മതി. ഞാനതിൽ ഇട്ടിട്ടില്ല, എനിക്ക് വേണ്ട അതുകൊണ്ട് ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുക, മൂടി വെച്ചിട്ട്. 2 മണിക്കൂർ കഴിഞ്ഞു. ഇതപ്പോൾ ഈ പക്വത്തിലാകും. നമുക്കതിൽ ഒഴിക്കാം, എണ്ണയിൽ ഒഴിക്കാം. അങ്ങനെ ഇതേമാതിരി ആവുന്ന സമയത്ത് തിരിച്ചിടണം. മെല്ലെ എണ്ണയായതും കൊണ്ട് മെല്ലെ നോക്കി ചെയ്യണം. മുട്ടയൊക്കെ ഇട്ടുന്നുണ്ട്. റവയും മൈദ നല്ല ഊറിയല്ലേ, 2 മണിക്കൂറായല്ലോ. ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം, കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. മുട്ടയും ഇതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല കണ്ടല്ല ചൂടായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കഴിക്കാം, ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അത്